കഴിഞ്ഞ ദിവസം നമ്മൾ ആഫ്റ്റർ എഫക്റ്റിൽ എങ്ങനെ പ്ലഗിൻസ് ഇൻസ്റ്റാൾ ചെയ്യാം, ഏതൊക്കെയാണ് നല്ല നല്ല പ്ലഗിൻസ് എന്നുള്ളതൊക്കെ നോക്കി. ഇന്ന് ഞാൻ പറയാൻ പോണത് എങ്ങനെ നമുക്ക് ആഫ്റ്റർ എഫക്റ്റിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്, അതായത് ഒരു ഒബ്ജക്റ്റിനെ മാത്രം കീപ്പ് ചെയ്തുകൊണ്ട് ആ വീഡിയോന്ന് ബാക്കി ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാന്നുള്ളത് നോക്കാം. അതിനായിട്ട് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ടൂളിൻ്റെ പേര് റോട്ടോ ബ്രഷ് എന്നാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ആഫ്റ്റർ എഫക്റ്റ് എടുത്തിട്ട് ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് സാമ്പിളിന് വേണ്ടി ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോയിൽ നമുക്ക് ഈ കാണുന്ന ആളെ മാത്രം നമുക്കിവിടെ നിർത്തിക്കൊണ്ട് നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ റിമൂവ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പൊ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളാണ് റോട്ടോ ബ്രഷ് എന്ന് പറഞ്ഞ ടൂള്. നമുക്കിത് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ റോട്ടോ ബ്രഷ് എന്ന് പറഞ്ഞ ടൂള് കിട്ടും. അതെടുത്തിട്ട് നമ്മൾ നേരെ ഇതിലേക്ക് കൊണ്ടുവന്നാലും നമുക്ക് ടൂള് നമുക്ക് ഇനേബിൾ ആയിട്ട് കാണില്ല. അതിനുവേണ്ടി നമ്മൾ ടൈം ലൈനിൽ പോയിട്ട് നമ്മുടെ ക്ലിപ്പുമ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ലെയർ ഓപ്പൺ ആവും. ഈ ലെയർ എടുത്തിട്ട് നമ്മൾ റോട്ടോ ബ്രഷ് എടുത്ത് കഴിയുമ്പോൾ നമുക്കത് ഇവിടെ അങ്ങനെ നമുക്ക് ആ ബ്രഷിന്റെ ഇത് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഈ ബ്രഷിന്റെ സൈസ് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൺട്രോളുമ്മ പ്രസ് ചെയ്തിട്ട് നമുക്ക് ഈ മൗസ് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രഷിന്റെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ആക്കാൻ പറ്റും. അപ്പോൾ ഇനിയിപ്പോ നമ്മൾ എങ്ങനെ ഇത് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഒബ്ജക്റ്റ് ഇപ്പൊ ഇതിലിപ്പോ ഈ ഒരാളെയാണ് നമ്മൾ ഒബ്ജക്റ്റ് ആക്കി എടുത്താണ്. അപ്പൊ ആ ആളുടെ ഉള്ളിൽ കൂടി നമുക്ക് കുറച്ച് ഫുള്ളായിട്ട് ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുക. അതായത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ട ആ ഒരു ഭാഗത്തേക്ക് പോവാതെ ജസ്റ്റ് ഉള്ളിൽ കൂടി ഇതുപോലെ ഒരു ഔട്ട്ലൈൻ വരച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സെലക്ഷൻ കിട്ടും. അപ്പൊ നമ്മുടെ സെലക്ഷൻ പെർഫെക്റ്റ് അല്ല. അപ്പൊ നമുക്കത് പെർഫെക്റ്റ് ആക്കാനായിട്ട് നമുക്ക് ഏതൊക്കെ ഭാഗമാണോ വേണ്ടാത്ത അവിടെ കൊണ്ടുവന്നിട്ട് ഓൾട്ട് പ്രസ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. അപ്പൊ കറക്റ്റ് നമുക്ക് കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വേണ്ട ഓട്ടോ ഡിക്റ്റേറ്റ് ആയിട്ട് അവിടേക്ക് ആ സെലക്ഷൻ വരും. അതുപോലെ നമുക്ക് ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചുകൂടി സൂം ഔട്ട് ഒക്കെ ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് ടൈം എടുത്ത് നമുക്കിത് ഡ്രോ ചെയ്ത് പെർഫെക്റ്റ് ആയി നമുക്ക് ഈ സെലക്ഷൻ നമ്മുടെ ഒബ്ജക്റ്റിനെ മാത്രം സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ സെലക്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പേസ് ഇതൊക്കെയിട്ട് ജസ്റ്റ് നമ്മളെ ക്ലിപ്പ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. പ്ലേ ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ കുറച്ചും കൂടി ഒരു മൂവ്മെന്റ് ഒക്കെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ എവിടെയെങ്കിലൊക്കെ സെലക്ഷനിൽ വീണ്ടും ബാക്ക്ഗ്രൗണ്ടിലേക്ക് സെലക്ഷൻ കയറി വരുന്ന രീതിയിലൊക്കെ കാണാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ നമ്മൾ അവിടെ പോസ് ചെയ്തിട്ട് നമ്മൾ അവിടെ ഒന്ന് കറക്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ ഫുള്ളായിട്ട് കറക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്നൊരു പ്ലേ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് പെർഫെക്റ്റ് ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പൊ എല്ലാം പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ഇവിടെ താഴെ ഫ്രീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതുമ്പോൾ ക്ലിക്ക് ചെയ്യാം. അതുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഫസ്റ്റത്തെ ഫ്രെയിം തുടങ്ങി ഈ വീഡിയോ അവസാനിക്കുന്നത് നമ്മൾ എവിടം വരെയാണോ നമ്മൾ റോട്ടോ ബ്രഷ് കൊടുത്തേക്കണേ അവിടം വരെയുള്ള ഓരോ ഫ്രെയിമും അവര് അനലൈസ് ചെയ്തിട്ട് നമ്മൾ ആ സെലക്ട് ചെയ്തേക്കുന്ന ലെയർ അവിടെ ഫ്രീസ് ചെയ്ത് വെക്കും. സോ അത് നമ്മുടെ ഇത് ഫ്രീസിങ് കഴിഞ്ഞു. നമ്മളിപ്പോ വീണ്ടും നമ്മുടെ കമ്പോസിഷൻ എടുത്ത് കഴിയുമ്പോൾ കണ്ടോ നമ്മുടെ ആ ഒരു ഒബ്ജക്റ്റ് മാത്രമായിട്ട് ഇപ്പൊ ഇതിൽ ഈ ഒരാളെ മാത്രമായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് അറിയാനായിട്ട് ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ട് നമുക്ക് ഈ ലെയറിന്റെ ടൈം ലൈനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിലൊരു ബാക്ക്ഗ്രൗണ്ട് കൂടി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. നമുക്കത് നമ്മുടെ ഇഷ്ടത്തിന് ബാക്ക്ഗ്രൗണ്ടോ ഇനിയിപ്പോ നമുക്ക് ഇപ്പോൾ ട്രാൻസിഷനൊക്കെ വേണ്ടിയാണെങ്കിൽ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ റോട്ടോ ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഒരു ഒബ്ജക്റ്റ് മാത്രമാക്കി നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് റോട്ടോ ബ്രഷ് യൂസ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാന്നുള്ളതൊക്കെ മനസ്സിലായി എന്നുള്ളത് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ പുതിയ ഓരോരോ വീഡിയോകളായിട്ട് ഞാൻ വരും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഓക്കെ, ബൈ.